കോന്നി അപകടത്തിൽ ഇന്ന് രാവിലെ മരണപ്പെട്ടവരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയാണ്. വളരെ വേഗത്തിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിലുണ്ടായ വലിയൊരു ദുരന്ത വാർത്തയാണ്. 4 പേരാണ്, ഒരു കുടുംബത്തിലെ 4 പേരാണ് മരണപ്പെട്ടത്. അവരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയാണ്. വിനോദുണ്ട്, വിനോദുണ്ട്. വിനോദ്, എന്താണ് സാഹചര്യം? ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയോ? പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ മൃതദേഹങ്ങൾ കുടുംബത്തിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. സമീപത്ത് നിന്ന് സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിലേക്കാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത്. അടുത്ത ദിവസമായിരിക്കും സംസ്കാര ചടങ്ങുകൾ. നിഖിലിന്റെ അടക്കം ബന്ധുക്കൾ വിദേശത്തുണ്ട്. ഈ ബന്ധുക്കൾ എത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുന്ന മൃതദേഹങ്ങൾ പിന്നീട് സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള ഒരു തീരുമാനമാണ് ബന്ധുക്കൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അനുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടിക്കായി മോർച്ചറിക്ക് മുന്നിലേക്ക് കയറ്റുകയാണ്. 3 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. മത്തായി ഈപ്പൻ, അദ്ദേഹത്തിന്റെ മകൻ നിഖിലിന്റെ ഭാര്യ അനുവിന്റെ അച്ഛൻ ജോർജ് എന്നിവരാണ് പുലർച്ചെയുണ്ടായ അപകടത്തിൽ മരിച്ചത്. ഈ 4 പേരെയും പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നത്. 3 പേരുടെ മരണം സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടായി. പിന്നീട് അനുവിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും, വാഹനത്തിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ജീവനുണ്ടായിരുന്നു. പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു. ഏറ്റവും ദാരുണമായ ഒരു കാര്യം തന്നെയാണ്. നാട്ടുകാരെ ഒന്നടങ്കം വേദനയിലാക്കുന്ന ഒരു മരണമാണ്. കഴിഞ്ഞ 30-നാണ് നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം നടന്നത്. മലേഷ്യയിലേക്ക് ഇവർ പോവുകയായിരുന്നു. ഈ യാത്ര കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മടങ്ങിയെത്തി. തുടർന്ന് ഇരുവരുടെയും പിതാക്കന്മാർ വാഹനത്തിലെത്തി ഇവരെ നാട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. വീട്ടിലേക്ക് വെറും 7 കിലോമീറ്റർ അവശേഷിക്കുമ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരാളുടെ പോസ്റ്റ്മോർട്ടം നടപടി, അനുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടി മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. യെസ്, അതാണ്. ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വകാര്യ ആശുപത്രി മോർച്ചയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റുകയാണ്. അതിനുശേഷം വിദേശത്തു നിന്നുള്ള ബന്ധുക്കളൊക്കെ വന്നതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ അടക്കം നടക്കുക. ഇന്ന് രാവിലെ ഉണ്ടായ ആ ദുരന്തത്തിൽ ആ കുടുംബത്തിലെ മരണപ്പെട്ട 4 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി.